നമസ്കാരം, IW ക്യാമ്പസിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പല തരത്തിലുള്ള ഹാക്കേഴ്സാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു സ്വഭാവം കൊണ്ടും അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന രീതികൾ കൊണ്ടും ഒക്കെയാണ് നമ്മൾ ഈ ഹാക്കേഴ്സിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം ബേസിക്കലി നമുക്കറിയാം ഹാക്കേഴ്സ് ആരാണെന്നുള്ളത്. ഇവർ ജനറലി ഒരു സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ, അതില്ലെങ്കിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇവർ അറ്റാക്കുകൾ നടത്താൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഹാക്കേഴ്സ് എന്ന് വിളിക്കാറുള്ളത്. അപ്പം ഇവരുടെ ആ ഒരു സ്വഭാവം അനുസരിച്ച്, അല്ലെങ്കിൽ ഇവരെന്താണോ ചെയ്യുന്നത് അവരുടെ ആ ഒരു രീതിയും പ്രവൃത്തിയൊക്കെ അനുസരിച്ചാണ് നമ്മളിവരെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ തുടങ്ങുവാണെങ്കിൽ ആദ്യം വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പല്ല, അങ്ങനെ ഒരു ക്ലാസിഫൈ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇവർ ജനറലി അറിയപ്പെടുന്ന എത്തിക്കൽ ഹാക്കേഴ്സ് എന്നുള്ളതാണ്. അപ്പം എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു ഓർഗനൈസേഷൻ്റെ കൂടെ നിന്ന് അവരുടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൾണറബിലിറ്റീസ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനും, ഇനിയൊരു മലീഷ്യസ് ആയിട്ടുള്ളൊരു അറ്റാക്ക്, അല്ലെങ്കിൽ മലീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മാൽവെയർ അറ്റാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അറ്റാക്കോ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ജനറലി വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് വിളിക്കാറുള്ളത്. ഇവർ ചിലപ്പം കമ്പനിക്കകത്തുള്ള അല്ലെ കമ്പനിയുടെ സ്വന്തം എംപ്ലോയീസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡേഴ്സിൽ നിന്ന് ഹയർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ഫ്രീലാൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ പല രീതിയിൽ ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ ബേസിക്കലി ഇവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുകയാണ്. ആ ഓർഗനൈസേഷൻ്റെ വൾണറബിലിറ്റിയൊക്കെ ഫിക്സ് ചെയ്ത് ആ ഒരു ഓർഗനൈസേഷനെ നല്ല നിലയിൽ കൊണ്ടുപോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ അസറ്റുകൾ, അല്ലെങ്കിൽ അതിൻ്റെ അതൊരു സൈബർ സ്പേസിലോട്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഡിജിറ്റൽ ഐഡൻറ്റിറ്റിയൊക്കെ വരുമ്പോൾ അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സെക്യൂരിറ്റി മെക്കാനിസംസൊക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. അപ്പോൾ ഇവർ ജനറലി മറ്റുള്ള ഹാക്കേഴ്സിനെ പോലെ തന്നെയാണ് ഇവരും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കൂട്ട് ഇവർ ഡേറ്റ അടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ഇവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാറില്ല. ഇവർ ആ ഓർഗനൈസേഷനെ കൂടെ നിർത്തിയാണ് വർക്ക് ചെയ്യുന്നത്. ഇവർ കോൺട്രാക്റ്റൊക്കെ വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ച് ടൈപ്പ് ആൾക്കാരുണ്ട്. ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പം അതായത് ഒരിടത്തുനിന്ന് ഡേറ്റ അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൾണറബിലിറ്റി ഉള്ള ഒരു വെബ്സൈറ്റിനെ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള യൂസേഴ്സിൻ്റെ ഡേറ്റ മുഴുവൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു സെർവേഴ്സിനെയൊക്കെ ഡൗൺ ആക്കുക. ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ജനറലി ചെയ്യാറുള്ളത്. അതിന് അവർക്ക് എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മോട്ടീവ് ഉണ്ടായിരിക്കും ഇവരെപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ഉണ്ട്. ഇവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പിനേഷനാണ്. അതായത് വൈറ്റ് ഹാറ്റിൻ്റെയും ബ്ലാക്ക് ഹാറ്റിൻ്റെയും ഒരു ഇടയിൽ വരുന്ന ഒരാൾക്കാരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഇവർ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ കമ്പനികളൊക്കെ ഇവർ സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനും, അതിൻ്റെ വീക്ക്നെസ്സുകൾ അല്ലെങ്കിൽ വൾണറബിലിറ്റീസ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിച്ച് ഒക്കെ കൊടുക്കും. അവർ റിപ്പോർട്ട് ചെയ്യും, എല്ലാം ചെയ്യും. അവർ കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യും. പക്ഷേ ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേനും ഇവരുടെ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം ഇവരെവിടെയെങ്കിലുമൊക്കെ അങ്ങ് പബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ ഇവർ പബ്ലിക്കലി ഡിസ്ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഒരു കമ്പനിയുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് ഒരു വൾണറബിലിറ്റി കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച വൾണറബിലിറ്റി ആ കമ്പനിയുമായിട്ട്, സാധാരണ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുമായിട്ട് വർക്ക് ചെയ്ത് ആ വൾണറബിലിറ്റിയെ അവർ പ്രിവെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിന് സെക്യൂരിറ്റി അപ്ഡേറ്റുകളോ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ തടയാൻ പറ്റും, അല്ലെങ്കിൽ അതിനെന്ത് ഡിഫൻസ് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ സെറ്റ് ചെയ്തിട്ട് ശേഷമേ അവർ ഡിസ്ക്ലോസ് ചെയ്യത്തുള്ളൂ പബ്ലിക്കുമായിട്ട്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആണെങ്കിൽ അവർ ഡിസ്ക്ലോസ് ചെയ്യത്തില്ല, പക്ഷേ ആ വൾണറബിലിറ്റി അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ആ കമ്പനി എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യും. ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സിൻ്റെ പ്രശ്നം, അവർ ഈ കമ്പനി ഇതെല്ലാം അറിയിക്കും, ഇങ്ങനെ വൾണറബിലിറ്റി ഒക്കെ ഉണ്ട്, നിങ്ങളത് ഫിക്സ് ചെയ്തോണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് എന്നെല്ലാം പറയും. പറഞ്ഞതിന് ശേഷം ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് ഇവർ ചിലപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റായിട്ടോ, അല്ലെങ്കിൽ ഇവർ ഡാർക്ക് വെബിൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഫോറത്തിലോ ഒക്കെ ഇവരൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഹാക്കേഴ്സും ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരും കൂടെ അങ്ങ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ കമ്പനിയുടെ കാര്യത്തിൽ മൊത്തത്തിൽ കുളമാകും. കാരണം എന്താ വെച്ചാൽ പല രീതിയിലുള്ള അറ്റാക്ക് വരും. ഇവർ പബ്ലിക്കലി ഒക്കെ ഡിസ്ക്ലോസ് ചെയ്യും. അപ്പം ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ കണ്ടുപിടുത്തം നടത്തി അങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യം ഇവർ ഭയങ്കര ഇതിൽ പറയുന്നതാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവരുടെ ചിലപ്പോൾ ഒരുപക്ഷെ ആ കണ്ടുപിടുത്തം ഇവർ എന്താ പറയുക, അവർക്ക് അടക്കി പിടിക്കാൻ പറ്റി കാണത്തില്ല. അവർ ജസ്റ്റ് നേരെ പോയി പറ്റുന്നിടത്തെല്ലാം അങ്ങ് പോസ്റ്റ് ചെയ്ത് കാണും. അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന മറ്റുള്ള ഹാക്കേഴ്സ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഉണ്ടായിരിക്കും. സോ അവരെന്തോ എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഈ കമ്പനിയുടെ ആ ഒരു അസറ്റുകളെ ആക്രമിക്കാൻ തുടങ്ങും. അതാണ് ഇവരുടെ ഒരു മെയിൻ പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് വിളിക്കാറുള്ളത്. ഇനിയുള്ള സ്ക്രിപ്റ്റ് കിഡീസാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ സ്ക്രിപ്റ്റ് കിഡീസിനെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ സാധാരണ പ്രീ റിട്ടൺ ആയിട്ടുള്ള ടൂൾസോ അല്ലെങ്കിൽ ഓൾറെഡി നിലവിലുള്ള ടൂൾസുകളോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റുകളോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു അറ്റാക്കുകൾ നടത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് കിഡീസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഹാക്കിംഗ് ടൂൾസ്, പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഹാക്കിംഗ് ടൂൾസ് അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റുകൾ ഒക്കെ യൂസ് ചെയ്തിട്ട് അതുപോലെ യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് സ്ക്രിപ്റ്റ് കിഡീസ് എന്ന് പറയുന്നത്. ഇവർ പ്രത്യേകിച്ച് അതിനകത്ത് കസ്റ്റമൈസേഷനോ അല്ലെങ്കിൽ ഇവർ വേണ്ട മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടൊന്നും ചെയ്യുന്ന ആൾക്കാരായിരിക്കത്തില്ല. ഇവർക്ക് അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താൻ ഒരുപക്ഷെ അറിയുകയും ചെയ്യത്തില്ലായിരിക്കും. അപ്പം അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഹാക്കേഴ്സ് ഡെവലപ്പ് ചെയ്ത ടൂൾസ് ആയിരിക്കും ഒരു പക്ഷേ. അപ്പോൾ അങ്ങനെയുള്ള ടൂൾസോ സ്ക്രിപ്റ്റുകളോ ഒക്കെ ആയിരിക്കും ഇവർ ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ അത് വെച്ചിട്ട് നേരെ അങ്ങ് അറ്റാക്കുകൾ തുടങ്ങുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് കിഡീസ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് കിഡീസ് എന്ന് അവരെ വിളിക്കുന്നത്. ഹാക്കിവിറ്റിസ്റ്റ് ഉണ്ട്. ഇവരുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇവരൊക്കെ ഏതെങ്കിലും ഒരു കോഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിലൊക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും. അന്നേരം അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അപ്പം തന്നെ അവരെ അറ്റാക്ക് ചെയ്യും. അതാണ് ഇവരുടെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ നമ്മുടെ പാർട്ടികളിൽ ഉള്ള ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ടല്ലോ. എന്നിട്ട് ഏതെങ്കിലും പാർട്ടിയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേനും അപ്പുറത്തെ പാർട്ടിക്കാർ അവരെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ കേൾക്കത്തില്ല. എന്ന് പറഞ്ഞ പോലുള്ള ആൾക്കാരാണ് ഇവർ. സൈബർ അറ്റാക്ക് അല്ല ചെയ്യുന്നത്, ഇവർ പക്ഷേ ശരിക്കുള്ള സിസ്റ്റത്തിലൊക്കെ അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റഷ്യയും അതുപോലെ തന്നെ ഉക്രൈനും തമ്മിലുള്ള വാർ. അപ്പം ഇതിനകത്ത് റഷ്യയുടെ സപ്പോർട്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഉക്രൈൻ സപ്പോർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുടെ ഏതെങ്കിലും വെബ്സൈറ്റുകൾ ഉക്രൈൻ സപ്പോർട്ടേഴ്സ് തകർത്ത് കളയും. അതേപോലെ തന്നെ റഷ്യൻ ഹാക്കേഴ്സ് വന്നിട്ട് ഉക്രൈൻ അല്ലെങ്കിൽ അതിന് അലയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഏതെങ്കിലും വെബ്സൈറ്റുകളോ ഇൻഫർമേഷനോ ചോർത്തുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കലായിട്ടുള്ള കോസോസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഈവൻ ഫാൻ ബേസ് ചെയ്തിട്ട് ഫാൻസിന് അവരുടെ എന്താ പറയുക ഒരു ഫാൻ ഗ്രൂപ്പ് മറ്റൊരു ഫാൻ ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ മെയിൻ കലാപരിപാടികൾ. അപ്പോൾ ഇവരെ നമ്മൾ ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ആക്ടിവിസ്റ്റ് എന്ന് നമ്മൾ പറയാറുള്ളത്. ഇനി അടുത്തത് സ്റ്റേറ്റ് സ്പോൺസേർഡ് ഹാക്കേഴ്സാണ്. സ്റ്റേറ്റ് സ്പോൺസേർഡ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസും അത്യാവശ്യം എന്താ പറയുക പരിപാടിയും പണികളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന എക്സ്പീരിയൻസും അതുപോലെ നല്ല സ്കില്ലും ഉള്ള ആൾക്കാരാണ് മിക്കവാറും ഈ സ്റ്റേറ്റ് സ്പോൺസേർഡ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞ് വരാറുള്ളത്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരെ സ്പോൺസർ ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരായിരിക്കും ഇവരെ സ്പോൺസർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർക്ക് ഫണ്ടിങ് ചെയ്യുന്നത്. എന്നിട്ട് ഇവർ അവരുടെ എതിരാളികൾക്കെതിരെ എന്താ പറയുക അറ്റാക്ക് ചെയ്യുന്നു. ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പം ഒന്നുകിൽ ഡേറ്റ ചോർത്താനായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറ്റാക്ക് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഈവൻ സൈബർ വാർഫെയറിന് പോലും ഇവർ തയ്യാറായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടീമിനെയാണ് നമ്മൾ APTs എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പോൺസേർഡ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവർ ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം ഇവർ അഡ്വാൻസ് സ്കില്ല് അല്ലെങ്കിൽ അഡ്വാൻസ് ടൂൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഒരു കാര്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് ഇൻഫർമേഷനൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഭയങ്കര പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഹാക്കേഴ്സ് ആയിരിക്കും സ്റ്റേറ്റ് സ്പോൺസേർഡ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്കൊരു ഫണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. ആ ഒരു ഫണ്ടിങ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ അവരുടെ ആ ഫണ്ടിങ് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻട്രസ്റ്റ് എന്താണോ ആ ഇൻട്രസ്റ്റ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും എപ്പോഴും ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത സൈബർ ക്രിമിനൽസ് ഉണ്ട്. സൈബർ ക്രിമിനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബേസിക്കലി നോക്കിയാൽ ഏതെങ്കിലും ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു ഡിജിറ്റൽ അസറ്റ് അതിൻ്റെ ഒരു വീക്ക്നെസ് കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിയെ ശരിക്കും ഉപയോഗിക്കുന്നതിന് പകരം അവർ അതിനെ വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചിട്ട് അത് വെച്ചിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടികളാണ് ജനറലി സൈബർ ക്രിമിനൽസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ പൈസ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ അവരുടെ മോട്ടീവ് മണി ആയിരിക്കാം, അല്ലെങ്കിൽ
കൂടുതലും മണിയാണ്, പൈസ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ റാംസം വെയർ അറ്റാക്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവർ ജനറലി നമ്മുടെ ഫയൽസൊക്കെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് നമ്മളോട് പൈസ ചോദിക്കും. നമ്മൾ പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ പൈസ എടുക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ എവിടുന്നേലുമൊക്കെ നമ്മുടെ ഏതെങ്കിലും ഒക്കെ വെബ്സൈറ്റുകളിൽ നിന്ന് അവർ എടുത്തിട്ട് ഡാർക്ക് വെബിലൊക്കെ സെയിൽ നടത്താറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അവർ ചെയ്തു കൊടുക്കാറുണ്ട്. അവരൊക്കെ സൈബർ ക്രിമിനൽസിൻ്റെ വിഭാഗത്തിൽപ്പെടും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു സെനാരിയോയിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ഹാക്കേഴ്സിനെ നമുക്ക് കംപ്ലീറ്റ്ലി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് പല തരത്തിലുള്ള ഹാക്കേഴ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവരുടെ എല്ലാം സ്വഭാവം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന രീതികൾ ഇതനുസരിച്ചാണ് ജനറലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്.